ഇന്നത്തെ റെസിപ്പി ബ്രെഡ് പിസ്സ സാൻഡ്വിച്ച് ആണ്. പിസ്സൻ്റെ അതേ ഒരു ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു ബ്രെഡ് വെച്ചിട്ട് പിസ്സ സാൻഡ്വിച്ച് തയ്യാറാക്കാൻ പറ്റും. വളരെ എളുപ്പമാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ചീസി ആയിട്ടുള്ളൊരു ബ്രെഡ് പിസ്സ സാൻഡ്വിച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കിതിന് വേണ്ടി കുറച്ച് വെജിറ്റബിൾസ് വേണം. ഞാനിവിടെ സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തക്കാളിയുടെ ഉൾഭാഗം കളഞ്ഞിട്ട് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം, പിന്നെ കറുപ്പ് ഒലീവ്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചീസാണ്. മൊസറല്ല ചീസ്, ആവശ്യത്തിന് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പിസ്സ സോസാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കനാണ്. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. ബോൺലെസ് ചിക്കൻ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. അതേപോലെ ഒറിഗാനോ, ആവശ്യത്തിന് ഒറിഗാനോ. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് സാൻഡ്വിച്ച് ബ്രെഡ് തന്നെ വാങ്ങിക്കുക. അപ്പോൾ കുറച്ച് നല്ല വലിയ ബ്രെഡ് കിട്ടും. അതേപോലെ സാൻഡ്വിച്ച് ബ്രെഡാകുന്ന സമയത്ത് പൊടിഞ്ഞു പോകില്ല. പറ്റുമെങ്കിൽ സാൻഡ്വിച്ച് ബ്രെഡ് തന്നെ എടുക്കാം. ഇത്രയും സാധനം നമുക്ക് എന്തായാലും വേണം. ഇതിലൊന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ചിക്കൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കുക, വെജിറ്റബിൾ സാൻഡ്വിച്ച് ആക്കിയിട്ട് എടുക്കുക. പക്ഷേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും വേണം. ഇനി നമുക്ക് ഈ ഒരു സാൻഡ്വിച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഒരു സ്ലൈസ് ബ്രെഡിലേക്ക് ഈ ഒരു പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു പിസ്സ സോസ് നന്നായിട്ടൊന്ന് ബ്രെഡ് മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ ഒരു പിസ്സ സോസ് ഇല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കുക. പക്ഷേ പിസ്സ സോസ് ചേർക്കുമ്പോഴായിരിക്കും നമ്മുടെ ഈ ഒരു പിസ്സൻ്റെ ശരിയായൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇതുപോലെ അടുത്ത സ്ലൈസ് ബ്രെഡിലും പിസ്സ സോസ് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡിലും പിസ്സ സോസ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ തക്കാളി, സവാള, ക്യാപ്സിക്കം, ഒലീവ് ഇതെല്ലാം കുറച്ച് കുറച്ചായി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കുക. ചീസ് ഇടുന്ന സമയത്ത് കുറച്ചധികം തന്നെ ചേർക്കണം. ഞാനിവിടെ ഇതിൻ്റെ മുകളിൽ ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, അതേപോലെ കുറച്ച് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ ഒരു ബ്രെഡിലേക്ക് കുറച്ച് മയോണൈസ് കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു മയോണൈസ് ചേർക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും. ഇനി നമുക്കിത് ബ്രെഡിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ഈ ഒരു ബട്ടർ നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കൂടി കുറച്ച് ചീസ് വെച്ച് കൊടുക്കാം. ഈ ഒരു ചീസ് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വെജിറ്റബിൾസും അതേപോലെ ചിക്കനും വെച്ച് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് പാൻ ഒന്ന് ചൂടാകാൻ വേണ്ടി വെക്കാം. ഇപ്പം നമ്മുടെ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു പാനിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളടുത്ത് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു ചൂടായ പാനിൽ വേണം നമ്മൾ ഈ ഒരു ബ്രെഡ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്.
ഈ ചീസെല്ലാം ഒന്ന് മെൽട്ടായി വരുന്നത് വരെ നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം. ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ ഒരു ചീസെല്ലാം നന്നായിട്ട് മെൽട്ടായിട്ട് വരും. നമ്മളൊരു ബട്ടർ പേപ്പർ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിഭാഗം ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ കിട്ടും. അപ്പോൾ ഇപ്പം ചീസ് നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബട്ടർ പേപ്പർ മാറ്റിയിട്ട് ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായി ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് പിസ്സ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ചൂടോട് കൂടി തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ച് തരാം. നല്ല ചീസി ആയിട്ടുള്ളൊരു ബ്രെഡ് പിസ്സ സാൻഡ്വിച്ചാണിത്. അപ്പോൾ നമ്മുടെ ബ്രെഡ് പിസ്സ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിസ്സൻ്റെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണ്ടിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.